സ്റ്റൗ കത്തിക്കാം, ചട്ടി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി അല്പം കൂടുതൽ ചേർത്തോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം ഉപ്പും ചേർത്ത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ വേഗം വഴന്ന് കിട്ടുമെന്ന് മിക്കവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല. അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കൂ, ഞാൻ ചേർക്കുന്നത് എന്താണെന്നറിയാവോ? മാങ്ങ. കണ്ടോ, മാങ്ങ ചേർത്ത് കൊടുക്കുവേ. നല്ല മൂവാണ്ട മാങ്ങയാണ് കിട്ടിയത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കണത് നോക്കൂ, ഞങ്ങൾക്ക് കിട്ടിയത് കായൽ മീനാണ്. കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കായൽ മീൻ ചേർത്തിട്ട് അതിനനുസരിച്ച് ഇനിയും വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വറ്റി വരുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വെള്ളം വേണോ, ചിലർക്ക് വെള്ളം കുറച്ച് മതി, ചിലർക്ക് കുറേ കറി മതിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പും ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. പക്ഷേ ഞാനൊരു കാര്യം വിട്ടുപോയായിരുന്നു. അല്പം വേപ്പില ചേർക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഈ വേപ്പില ഞാൻ എടുക്കാൻ വിട്ടുപോയായിരുന്നു. വീണ്ടും ഞാൻ വേപ്പില ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകൊക്കെ വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് വേപ്പില ചേർക്കാം. ഞാൻ വിട്ടുപോയതാണ്. ഇതാ നോക്കൂ, കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 2 സൈഡും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നോക്കൂ, കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സുന്ദരക്കുട്ടനായിട്ട് വന്നിട്ട് എന്തൊരു സ്മെല്ലാണെന്നറിയാമോ? അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മുഴുവൻ ചോറും കൂടെ കഴിക്കാൻ തോന്നും. അതിന് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫോളോ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, ആർക്കെങ്കിലുമൊക്കെ ആയിട്ട്.